ചാനൽ നവ്മിയ നിർവേദ് വ്ലോഗ്സ്. അപ്പോൾ ഇപ്പോൾ സമയം 4 മണി. അപ്പോൾ ഞങ്ങളുടെ ബേബിക്കുട്ടി വരാൻ ഇനി ഉണ്ട് അരമണിക്കൂർ കഴിയും കേട്ടോ. 4:40 കഴിയും. അപ്പോൾ ഞങ്ങൾ ഇന്നും അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇന്ന് അവൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് നിങ്ങളോട് ചോദിക്കും, നിങ്ങളോട് കൂടി പറയാം എങ്ങനെയാണ് മാർക്ക് എന്ന്. അവർക്ക് സ്കൂൾ തുറന്നാൽ പിന്നെ എപ്പോഴും എക്സാം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കി നോക്കാം. വേദു വെയിറ്റ് ചെയ്തിട്ടുണ്ട്. വേദു എന്താ ഇവിടെ ഇരിക്കുന്ന? ആരെ വെയിറ്റ് ചെയ്തിരിക്കുക? കാക്കേനെയോ ആരേനെയാ? ബട്ടൺസ് കഴിഞ്ഞോ? ആരേനെ വെയിറ്റ് ചെയ്യണ? ഇവിടെ നോക്കൂ. ഹായ് പറയൂ, ഹായ് പറയൂ, ഹായ്. ഒരു ഫ്ലൈങ് കിസ്. ആരപ്പ വരിക? ആരപ്പ വരിക കൂടെ? ആരാ വരിക? ഒക്കുള് വിട്ട് ആര് വരിക? ആരാ വരിക? ചേച്ചിയില്ലേ? ചേച്ചി ഇപ്പൊ വരൂല്ലേ? ആരാ വരുവോ? ഒരു ഓട്ടോ അല്ലേ? ചേച്ചി വരാറാവണേ ഉള്ളൂ. ഇനി ഇഷ്ടം പോലെ ടൈമുണ്ട്. നമ്മളെന്താ ചെയ്യാ വരെ? മമ്മമ്മയോ? അത് മമ്മമ്മയൊന്നല്ല. ലോകത്തുള്ള എല്ലാവരും അവനെ മമ്മമ്മയും മാമയാ. എന്നാ ഇറങ്ങൂ, നമുക്ക് നടക്കാം. വരൂ. അയ്യോ കുട്ടി. അമ്മേ ഈ എവിടേക്ക് നോക്കിയിട്ട് ഇറങ്ങണു? നോക്കി ഇറങ്ങണ്ട വേദുവോ. വാ നടന്നോ. ചേച്ചി വന്നിട്ട് കാണാ പറയൂ ഫ്രണ്ട്സിനോട്. എന്താ കാട്ടണ? നോക്ക് ഇങ്ങോട്ടൊക്കെ. ഒളിച്ചേ ഒളിച്ചേ കണ്ടേ. ഓ ഒളിച്ചേ കണ്ടേ. അയ്യോ ഞാൻ കരഞ്ഞു. ആരെന്നെ അടിച്ച്? ആ ഇത് ശുണ്ടര ഒളിച്ചേ. ഇത് അമ്മ ഒളിക്കട്ടോ. ഇത് ഷേക്കാൻ്റെ വരും. അമ്മയ്ക്ക് തരില്ല. എന്തോ വായി ബേബി അപ്പ് അപ്പ് ബേബി. സൂര്യ നമസ്കാരാണോ? സൂര്യ നമസ്കാരാണോ? ഷേക്കാൻ്റെ വരും പ്ലീസ്. തരില്ല അല്ലേ? ഓക്കെ, ഞങ്ങൾ ചാറ്റ കൂട്ടാ. കുട്ടീനെ കൊണ്ടുപോവില്ല. ആ നിന്നെ കൊണ്ടുപോവില്ല. നിന്നെ കൊണ്ടുപോവില്ല. ഓ എണീക്കൂ. എങ്ങട്ടാ? അതേക്ക് പോവുക. ഇതാ വരുന്നു. 4:40 ആവാറായിട്ട് കേട്ടോ. വരൂ, നമുക്ക് ചേച്ചീനെ വിളിക്കാൻ പോവുക. ബിസ്ക്കറ്റ് പിന്നെ ചേച്ചിയുടെ സ്നാക്സാട്ടോ. ആ ഫ്രിഡ്ജ് തുറന്നിട്ട് അതങ്ങോട്ട് എടുത്തു. പിടിച്ചോ പോയാൽ ഇനിയിപ്പോൾ ഇവിടെ അംഗം വെട്ടുണ്ടാവും. നടക്കും അങ്ങോട്ട് പോരിക, ഇങ്ങോട്ട് വരിക. മെല്ലെ മെല്ലെ വഴുക്കലുണ്ട്. ഇങ്ങോട്ട് പോന്നാ ഞാൻ പോവുക കേട്ടോ. അവിടെ വഴുക്കല, വഴുക്കി വീഴും. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടായാവോ എക്സാമൊക്കെ? നാളെ മലയാളമാണ്. അവനറിയാം ചേച്ചി കൂടി വരികയാണ്. വൈദ്യോ പുല്ല് പറിക്കുകയാണോ? അതാ വണ്ടിയോള് പോണു. വൈദ്യോ നോക്കി നോക്ക്. ചെരുപ്പ് ശരിക്കിട് കുട്ടി. ആ എല്ലാ വിരലും കൂടിയിട്ട് ഒരു ഇതിലിട്ടിക്കുക. പിന്നെ എങ്ങനെയാ ശരിയാവുക? പറഞ്ഞാൽ മനസ്സിലാവണില്ല. ആ ഊര്. ആ ഇനി ശരിക്കൂട്. ആ എങ്ങനെ പോയാലും തള്ളവിരൽ അപ്പുറത്തേക്കാണല്ലോ വേദ വരുന്നത്. ശരിക്കൂട്ടാ. എവിടെ ഇല്ലല്ലോ. അത് തൊട്ടാവാടിയാണ്. അമ്മ കാട്ടിത്തരാം. നോക്ക്. തൊട്ടവാടും. തൊട്ടവാടി തൊട്ടവാടും. മുള്ളു വരും. മുള്ളുത്തിയാ? ഇല്ല കേട്ടോ. വേദു പ്രിയച്ചമ്മയുടെ വീട് ഏതാ? അതല്ലേ ഇന്നലെ ഞങ്ങൾ സൊറ പറയാൻ പോയ വീടാണ് കേട്ടോ. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൊറ പറയാൻ പോകുന്ന വീടാണ്. ഇവിടെ എന്നാ
ഇത് എന്താ കാണിക്കണ ചവിട്ട് നാടക? ആ ആരപ്പത്? ആരോ ഇത് ചേച്ചിയെ വെയിറ്റ് ചെയ്തിക്ക അറിയോ? അപ്പോൾ ഫ്രണ്ട്സ് ബേബിക്കുട്ടിയുടെ ബസ് ഇതാ വരുന്നു. നമുക്ക് ബാക്കിക്ക് നിൽക്കാം കേട്ടോ. ഇറങ്ങിക്കുവോ? ആ വേണ്ട. ബേബി വിചാരിക്കും, ബസ്സിലുള്ളവരും വിചാരിക്കും ഈ കുട്ടിയുടെ അമ്മ എന്താ എപ്പോഴും ഫോൺ എടുത്തിട്ട് നിൽക്കണമെന്ന്. എപ്പോഴും ഇല്ല കേട്ടോ, ചില ദിവസം എടുക്കും. കണ്ടോ? അല്ല, എന്താ ഇന്നത്തെ വിശേഷം? അങ്ങടേക്ക് കാണില്ലടാ, അങ്ങടേക്ക് എന്നാ ഡിറ്റേഷൻ എടുത്തുവോ? ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര മാർക്ക് അങ്ങോട്ട് എടുക്കണ? വെയിലാ 10-ലോ? ആ അങ്ങോട്ട് നോക്ക്. ബ്രീത്തോ? ആ സാരില്ല. 10-9 അല്ലേ? ഗുഡ് മാർക്ക്. അത് മനോജ് മാമ. ആ മിഠായി വാങ്ങിക്കോ. ചേച്ചിക്ക് മിഠായി കൊടുക്കില്ലേ? ഏതു ടാറ്റ കൊടുക്കടാ. മനോജ് മാമക്ക് ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുക്ക്. ടാറ്റ പറ. ആ പോയി മനോജ് മാമ. ആ വേണ്ട വേണ്ട വേണ്ട. എടാ പിന്നെ ഒന്ന് ചോദ്യം ചോദിച്ചുവോ? സയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. കിട്ടിയോ ഉത്തരം? കിട്ടി. അപ്പോൾ ഇംഗ്ലീഷിൽ 10-9 മാർക്കാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് നവമി മുകുന്ദന്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി. ഈവനിങ് വീഡിയോ നാളത്തെ പോലെ. എന്നാ റെഡി ആയിക്കോളൂ. അപ്പൊ മേലേ കണ്ടേ? ആ ഞാൻ നോക്കിക്കൊണ്ട് ഈ പോയി മേലേക്കോ. ഇതാണ് ഗൈസ് ഇവളുടെ ക്ലാസ് ടെസ്റ്റ് എടുത്തത്. ബ്യൂട്ടി. ഇതാണ് നവമിയുടെ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ. ബ്യൂട്ടി അറൗണ്ട് ഡെബ്രിസ്, അബ്യൂസ്, ട്രാഷ്, ബി അവെയർ, പ്ലാനറ്റ്സ്, ബ്രത്ത് അല്ലേ? ആ തിരിക്കും. 10-9 മാർക്കാണ്. 10-9 നല്ല മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഹാൻഡ് റൈറ്റിംഗ്. ബേബിക്കുട്ടി മേലേക്കാൻ പോയി. ആ തോർത്തത് അവിടെ ഇരിക്കേണ്ട എടുത്തോളൂ. അപ്പോൾ അമ്മ തോർത്തെടുത്ത് കൊടുക്കും അവിടുന്ന്. അപ്പോൾ അതാ ചോറ് ഞാൻ അവൾക്ക് വിളമ്പാൻ. അവൾക്കറിയാലോ ഒരു ചോറും കുട്ടി. ഇപ്പം ചോറും കൂട്ടാനും മീൻ വറുത്തതും വന്നിട്ടൊന്ന്. എന്നും ഞോണൊന്നും ഉണ്ടാവില്ല കേട്ടോ, പക്ഷെ അവൾക്ക് ഞോണുണ്ടെങ്കിൽ ഒരു സുഖം എന്ന് പറയുമല്ലോ. മീൻ വറുത്തതും കൂടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു മീൻ വറുത്തതും കൂടി വെച്ചു. അപ്പോൾ അവളുടെ സ്കൂൾ വിട്ട് വന്ന് മേലെ കഴുകി കഴിഞ്ഞാൽ കഴിക്കാനുള്ളതായി. അപ്പോൾ അവളുടെ വയറ് വീർത്തോളും. ഏതോ എന്താ ഇവിടെ അടുക്കളയിൽ എന്താ നിനക്ക് കാര്യം? പറയൂ. ബേബിക്കുട്ടി അവിടെ ചോറുണ്ണാണ്. അപ്പോൾ വേദുട്ടനെ ആടിനെ കാണണം പറഞ്ഞിട്ട് വരിക കേട്ടോ. അവിടെ എവിടെ ആടുണ്ട് തോന്നുന്നു. എവിടെ ആട്? ആടല്ല, അത് ബോബുല്ലേ. എവിടെ ആട്? എടാ നായ വരുന്നടാ, കടിക്കുകയോ? നമുക്ക് ഇത്തിരി റിവേഴ്സ് എടുക്കാം. ഏത് എവിടെ ബോബു? എവിടെ ബോബു? അത് പറഞ്ഞത് കേൾക്കി. ആ
വേദോ ബോബു ഉണ്ടോ? വേദോ ബോബു അവിടെ ആട്. എവിടെ ആട്? ആ അതാട് അല്ലേ, അതാട് നിക്കണം. അവനെ ആടിനെ കാണണമെന്ന്. അപ്പോൾ ഗൈസ് ആടിനെ കണ്ടു അല്ലേ? ഇതോ ഇതെന്താ ആട് അല്ലേ? ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ മുന്നിൽ ആടിനെ മേയ്ക്കുക. അതാ ഏതോ ആടിനുണ്ടാ? ആടിൻ്റെ കൂടെ കളിക്കണോ? ചെരുപ്പിട്ടില്ലല്ലോ. അതാരാ പോണ്? ഏതിട്ടാ ടാറ്റ കൊടുക്കുക? അന്തം വിട്ട് നോക്കുക. പണി കഴിഞ്ഞ് പോവുക അവരൊക്കെ. അതെ, നിങ്ങളുടെ ആടോളൊക്കെ ആടുകളുടെ പേര് പരിചയപ്പെടുത്തി കൊടുക്കൂ. ഈ ആടിന്റെ പേരെന്താണ്? കിങ്ങിണി. പിന്നെ മിന്നു, അമ്മു, പാണ്ടി, കാർത്തു, പാണ്ടി, ഇങ്കുറുമണി. ഇത് നിങ്ങളുടെ നായല്ലേ? മണി. പിന്നെ അതല്ലേ ഒക്കെ കണ്ടു. ടാറ്റ കൊടുത്തു ഏതു? ടാറ്റ കൊടുക്ക്. ആ ബാക്കി കഴിഞ്ഞിട്ട് ടാറ്റ. വാ, അത് ആടും പോവാണ് കേട്ടോ. അത് ആടുകൾ വരുന്നുണ്ടോ? ഞാൻ വേദം വന്നോ? പേടിക്കണ്ട. ഇങ്ങോട്ട് വന്നോ നമ്മുടെ കുട്ടി. ആ പാപ്പ കഴിക്കല്ലേ? ഈ ആട് നേരെ കയറുന്നത് ഇങ്ങടാണല്ലോ. ആടിൻ്റെ വീട് ഇവിടെ കേട്ടോ. വേദം കൂടി വാ. വേദിട്ടാ ടാറ്റ കൊടുത്തോ? പോബു പോബു. പേടിക്കണ്ട പേടിക്കണ്ട, വരൂ. ഇനി നാളെ കാണാം ആടിനെ. വാ വേദുവോ. വേദു ഇങ്ങോട്ട് വരൂ. ആ പേടിക്കണ്ട പേടിക്കണ്ട, നല്ല ധൈര്യ. ആ വിളിക്കുന്നു രാധച്ചമ്മ. വേദു ഇങ്ങോട്ട് വന്നോ. ഹായ്. ചോറിനല്ലേ കഴിഞ്ഞാ? ഞങ്ങൾ ആടിൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നീ പഠിക്കാല്ലേ മലയാളം? വേഗം പഠിക്കാതിരിക്കാം. ഇനി നാളെ കാണാം ആടിനല്ലേ? ഓ ടാറ്റ ടാറ്റ കൊടുത്തോ. കമ്പ്യൂട്ടർ മാസ്റ്റർ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ ഗ്രൂപ്പില്. ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? ആ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാഷ്. ക്വസ്റ്റ്യൻ ആൻസറോ പിന്നെ 4 എണ്ണം, പിന്നെ എന്താ ഹാർഡ് വേർഡ്സോ. സന്ധ്യ സായാഹ്നം നമ്മളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പഠിക്കേണ്ട ടൈമായിട്ടോ, ഇനി സ്റ്റഡി ടൈമാണ്. അതെ. വേദു വേദു എന്താ കുഞ്ഞാ? ഞാൻ എടുക്കാനാ. ബേബി എന്താ ചെയ്യാൻ പോണേ? നീ കമ്പ്യൂട്ടർ എഴുതാ. അപ്പൊ പഠിക്കണ്ടേ? പഠിക്കൽ കഴിഞ്ഞിട്ട് പോരെ? നാളെ ഏതാ എക്സാം? മലയാളവും മാത്സും. നന്നായി പഠിച്ചോളൂ. ഞങ്ങൾ പഠിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഫ്രണ്ട്സ് നല്ല മഴക്കാറുണ്ട് ഇപ്പോൾ. കമ്പ്യൂട്ടർ എടുത്ത കുഞ്ഞാ? കമ്പ്യൂട്ടർ നോട്ട്സില് സാർ എന്താ എഴുതുന്നു? ഒന്നും എഴുതിയിട്ടില്ല. എഴുതിണ്ടല്ലോ. ഏത് നോട്ടിക്ക് എഴുതാനാ? ഇതിപ്പോ 2 ക്വസ്റ്റ്യൻ, ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. ഇനി 4 എണ്ണം നോട്ടിക്ക് എഴുതണം. പഠിച്ചിട്ട് എഴുതിയാ മതി, കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്ഷീണാവും. പിന്നെ നാളെ കമ്പ്യൂട്ടർ ഇല്ല, കുഴപ്പമില്ല. പിന്നെ സംസ്കൃതം എഴുതാണ്ട്. ഓക്കെ, പഠിക്കല് കഴിഞ്ഞിട്ട് എഴുതിക്കോളൂ. ഡയറിയാണ് കേട്ടോ അവരുടെ.
ഡയറി മാത്രല്ല ബുക്ക് ഓക്കെ 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 അമ്മ എഴുതി തന്നതാ. പിന്നെ ഇവിടെ EVS അത് ഞാൻ സയൻസ് സോഷ്യൽ വർക്കിട്ടോ എന്നാ പഠിക്കാൻ തുടങ്ങിക്കോളൂ. ഏതാ പഠിച്ചോളൂ. അപ്പൊ ഫ്രണ്ട്സ് ഇതെന്റെ ആക്ടിവിറ്റി ബുക്ക് മലയാളം എഴുതി പഠിക്കുന്ന ബുക്ക്. ഇവർക്ക് മലയാളമൊക്കെ ഭയങ്കര തോന്നുന്നുണ്ട്. ഇത് പാഠം 1 അർത്ഥം പര്യായം വിപരീതം പിരിച്ചെഴുതുക. മലയാളം നോട്ടും കൊണ്ട് എടുക്കൂ. ഇതൊക്കെ പഠിക്കാനുള്ളതല്ലേ? ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. എന്നാ മുഴുവൻ ഇരുന്ന് അങ്ങോട്ട് പഠിച്ചോളുക. എന്നാ പഠിച്ചിട്ട് വരണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര മതി? അപ്പൊ ഇന്നിപ്പോ ഒരു ചെറിയ അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ബൈ.